ഇന്നിപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കുറേ ദിവസമായിട്ട് മോള് പറയുന്നുണ്ട് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പറയും സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അത് റെഡിയാക്കാമെന്ന്. വൈകുന്നേരം ഇതുപോലെയുള്ള പണികൾ എടുക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഞാൻ ഈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് അവർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും റെഡിയാക്കാറ്. എന്നും സ്കൂളിട്ട് വരുമ്പോൾ അവൾ ചോദിക്കുക ആദ്യം അത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ്. പക്ഷേ കുറേ ദിവസങ്ങളായിട്ട് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും അവൾക്ക് തൃപ്തിയായിട്ടില്ല. വീട്ടിലുണ്ടാക്കിയത് തന്നെ വേണമെന്നുള്ള അവളുടെ വാശി കൊണ്ടും പിന്നെ ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് സ്ഥിരമായി പറയുന്ന ഡയലോഗ് ആയതുകൊണ്ടും അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ, അതായത് ഓണം വെക്കേഷൻ്റെ മുമ്പായിട്ട് ഞാനത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ ഒരു 10 ഡേയ്സും കൂടി ഇതന്നെ ഞാൻ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും റെഡിയാക്കാമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇന്ന് ഞാനത് റെഡിയാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോപ്പർ എടുത്തിട്ട് വെജിറ്റബിൾസ് അരിയാൻ തുടങ്ങിയപ്പോഴേക്കും ചോപ്പറും എനിക്ക് പണി തന്നു. വീഡിയോ എടുത്തുകൊണ്ടുള്ള പണിയായതുകൊണ്ടും ഇടയ്ക്കിട്ട് ചോപ്പർ പണി തന്നതുകൊണ്ടും ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് വരുമ്പോഴേക്കും ഇത് സർപ്രൈസായിട്ട് ടേബിളിൽ ഒരുക്കി വെക്കണം എന്നായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ പെട്ടെന്നായിരുന്നു കേട്ടോ. 2 മുട്ട എടുത്തിട്ട് 4 വെളുത്തുള്ളിയും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്ത് പിന്നെ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒരു മയോണൈസും അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു. ഇനിയിപ്പോൾ വല്ലാത്ത ജോലികളൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ മയോണൈസിൽ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ബ്രെഡിൽ നിറക്കുക മാത്രമേ ഉള്ളൂ. സംഭവം ഇതത്ര മെനക്കെട്ട പണിയൊന്നുമില്ലെങ്കിലും എനിക്കെന്തോ ഇത് വൈകുന്നേരം ഇത്തരം പണികൾ എടുക്കുന്നത് മടിയാട്ടോ. അതുകൊണ്ടാണ് ഇത് ഇത്രയും ദിവസം നീണ്ടത്. അപ്പോൾ ഇനിയും നീണിച്ചാൽ എന്തോ മനസ്സിക്ക് ആ ഒരു ടൈം ആകുമ്പോൾ വല്ലാത്ത എന്തോ പോലെ കേട്ടോ. കാരണം അത് ഒരുപാട് ദിവസമായിട്ട് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ടു വരുന്ന ടൈം ആയാലും ഇത് തന്നെ ആയിരിക്കും അവൾ പറയട്ടോ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ തെറ്റിയൊക്കെ ഇരിക്കും. അപ്പോൾ എന്തോ ആ ഒരു സമയമാകുമ്പോൾ പിന്നെന്തോ അത് ഉണ്ടാക്കാനുള്ള ഇങ്ങനെ ഒരുമാതിരി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ